ഇതെവിടെയാടോ പോകുന്നത്? കുറെ സമയമായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. നല്ല മുഴുത്ത മുയലിറച്ചി കഴിക്കണമെങ്കിൽ ക്ഷമയോടെ എന്റെ കൂടെ നടക്ക്. മുയലിറച്ചി കഴിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നവിടെ നിൽക്ക്. എന്തേ? എനിക്കൊന്ന് മുള്ളണം. ശരി ശരി, മുള്ളിക്കോ. ഇത് നിന്റെ അവസാനത്തെ മുള്ളലാണ്. മുയലിറച്ചി പോയിട്ട് മൂട്ടയിറച്ചി പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ആ കുറുക്കൻ നിന്നെ കൊണ്ടുപോകുന്നത് വകവരുത്താനാണ്. വകവരുത്താൻ. പേടിക്കണ്ട, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്. നമുക്ക് തിരിച്ച് അവനിട്ട് തന്നെ ആ പണി കൊടുക്കാം. ഇതെന്താ ആനമൂത്രമാണോ ആശാനേ? നിന്നോട് ആ കുറുക്കൻ വടക്കേ പുഴക്കരയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അത് കുറെ ദൂരമില്ലേ? അവൻ പറഞ്ഞിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. ആ സിംഹം വരുമ്പോൾ ചരട് പൊട്ടിക്കാനല്ലേ? അത് ഞാൻ ചെയ്തോളാം. നീ പുഴക്കരയിലേക്ക് വിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എടാ കള്ളക്കുറുക്ക, നിന്നെ ഞാൻ ഇന്ന് ശരിപ്പെടുത്തുമടാ. എന്താ ആലോചിക്കുന്നത്? മടിച്ചു നിൽക്കാതെ, അകന്നു നിൽക്കാതെ കടന്നു വരൂ. വന്ന് ആ വട്ടത്തിന് നടുവിൽ നിൽക്കൂ. ഇതെന്താ, ഓണം കളിയാണോ? ഓഹോ, അപ്പൊ ഇതാണല്ലേ പരിപാടി. മോനെ കുറുക്ക, നീ കുഴിച്ച കുഴിയിൽ നിന്നെ തന്നെ ഞാൻ വീഴ്ത്തും. എങ്ങോട്ടേക്കാ ഇത്ര ധൃതിയിൽ? വടക്കേ പുഴക്കരയിലേക്ക് പോകുവാണ്. എന്തു പറ്റി? നിനക്കറിയില്ല ആ സിംഹത്തെ? അവനെ തുരത്താനുള്ള പരിപാടിയിലാണ് ഞാനും കുറുക്കനും. സംഭവമൊക്കെ കൊള്ളാം. ആ കുറുക്കനെ അധികം നമ്പണ്ട. അവൻ അത്ര ശരിയല്ല. പാപി ചെന്നടം പാതാളം എന്ന് പറഞ്ഞതുപോലെയാ അവന്റെ കാര്യം. ചുമ്മാ വിടുവായത്തരം പറയാതെ നീ മാറി നിൽക്ക്. ഞാൻ പോട്ടെ. നിന്റെ ആവശ്യം സിംഹത്തെ കാട് കടത്തുക എന്നുള്ളതല്ലേ? അതേല്ലോ. അത് ഞാനും എന്റെ തേനീച്ച ചങ്ങാതിമാരും വിചാരിച്ചാൽ എളുപ്പത്തിൽ കഴിയും. എന്നാൽ വേഗം ചെയ്. നീ ബേജാറാക്കല്ലേ, ഇപ്പൊ ശരിയാക്കി തരാ. അതിരിക്കട്ടെ, നിനക്ക് ആ കുറുക്കനെ പറ്റി എന്താണ് അഭിപ്രായം? അത് വളരെ മോശം അഭിപ്രായമാണ്. ലോകത്തരികിടയാണവൻ, ലോകത്തരികിട. അത് ശരി. എന്നിട്ടാണോ അവൻ പറയുന്നൊക്കെ ചെയ്യാൻ നീ തുനിയുന്നത്? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നല്ലേ? കാര്യം എന്റേതായിപ്പോയില്ലേ? ആ സിംഹം ഇവിടുന്ന് പോയില്ലെങ്കിൽ അവന് നഷ്ടമാകുന്നത് വെറും കിടപ്പാടം മാത്രമാണ്. എന്നാൽ എനിക്ക് എന്റെ ജീവൻ വരെ ഒരുപക്ഷെ നഷ്ടമായേക്കാം. ഒന്ന് വട്ടത്തിൽ കേറി നിൽക്ക്. നീ വട്ട് സംസാരം നിർത്തി എനിക്ക് മുയലിനെ കാണിച്ചതാടേ. എവിടെ മാനെവിടെ? മാനേ, അവൻ മുങ്ങിയോ? മാനോ എവിടെ? മാനല്ല അത്. ദേ, ഇങ്ങനെ വട്ടത്തിന്റെ ഉള്ളിൽ കേറി നിൽക്ക്. ഇത് തന്നെ പറ്റിയ അവസരം. അയ്യോ, എന്റെ ഊരമോനെ. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ആരാ ചാക്കിന്റെ ചരട് പൊട്ടിച്ചത്? ഞാനാടാ പൊട്ടിച്ചത്. എടാ ഉടങ്കൊല്ലി കുറുക്ക, എനിക്കിട്ട് മുട്ടൻ പണി തരാനല്ലേ മുയലിന്റെ കാര്യവും പറഞ്ഞ് നീ എന്നെ എവിടെ എത്തിച്ചത്? പക്ഷേ പണി എനിക്കിട്ടല്ലേ കിട്ടിയത് എന്റെ അമ്മോ. അതെ, ഞാൻ ഈ കാട്ടിൽ നിന്നും പോകുവാണ്. അതെന്താ? ആ അലവലാതി കുറുക്കന്റെ പദ്ധതികളൊക്കെ നീ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവന്റെ അവസ്ഥ എനിക്ക് വരുമായിരുന്നില്ലേ? അതുകൊണ്ട് അല്ല, ഇനി ആരെങ്കിലും ഇതുപോലെ വല്ല കുരുട്ടുബുദ്ധിയുമായി വന്നാലോ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. നല്ല ധൈര്യമുള്ള സിംഹം. നീ സിംഹകുലത്തിന് തന്നെ അപമാനമാണടാ. ഏയ്, പേടിയല്ല, ഒരു ധൈര്യക്കുറവ്. എന്റെ ഊര കോഞ്ഞാട്ടിയായല്ലോ. എന്റെ ഈ അവസ്ഥക്ക് കാരണം നീയാണ്. എവിടേക്കാടാ മാനെ നീ പോയത്? നിന്റെ അവസ്ഥക്ക് കാരണം നീ തന്നെയാ. ദുഷിച്ച മനസ്സുമായി എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല. നന്മയുള്ള മനസ്സുള്ളവർക്ക് നല്ലത് സംഭവിക്കും. ഓഹോ, ഊര ഒടിഞ്ഞിരിക്കുമ്പോഴാ അവന്റെ ഒരു ഓഞ്ഞ വേദാന്തം. ഞാനൊന്ന് നേരെ നിൽക്കട്ടെ. നിനക്കൊക്കെയുള്ള 8ന്റെ പണി വരുന്നുണ്ട്. മൈൻഡ് ഇറ്റ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും സഹജീവികളെ പൂർണ്ണമായി സ്നേഹിച്ച് നന്മയുള്ള മനസ്സോടെ ജീവിക്ക്. എങ്കിലേ ജീവിതം ആസ്വദിക്കാനാകൂ. ആദ്യം എന്റെ ഊരയും തലയും ഒന്ന് ശരിയാകട്ടെ, എന്നിട്ടാലോചിക്കാം നന്നാകണോ വേണ്ടയോ എന്ന്. ഇവൻ നന്നാകുമെന്ന് തോന്നുന്നില്ല.